മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ ദേവാത്മീകിലോകിലം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു യതി സ്വരൂപം പ്രണവോമി തുഞ്ചത്തെഴുമാര്യപാദം നീലാംബുധശ്യാമളകോമളാംഗം സീതാസമാരൂപിതവാമഭാഗം പ്രാണവോ മഹാസായക ചാരുജാവം നമാമി രാമം രഘുവംശനാഥം. ബാലകാന്ഡം. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടനാക അനാരതമെന്നുടകാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ മാവിന്മേൽ നടനം ചെയ്യുകേണ. ഗാനേ യഥാ കാനേ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാദശലക്ഷണം മേന്മേൽ ഷൺമംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരും വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. നാൻമരനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ ബന്ധിക്കുന്നേ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരേശാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ കരുണാരുണാംബുജാലീനപാംസു സഞ്ചയം മമ ചേതോ
ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാൻ വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാര ഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരദാശാവാദികൾ ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാങ്ങുന്നേ. നാൻമരമേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ ബന്ധിക്കുന്നേ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാര്യശാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ കരുണാരുണാംബുജാലീനപാംസു സഞ്ചയം മമ ചേതോ. ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാൻ വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാര ഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരദാശാവാദികൾ ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളർക്കു ചൊല്ലാം. പാദ സേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാം ആദ്യമായുള്ളോരു ഞാൻ വേദസംവിധനായ മുമ്പുള്ള രാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്തി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സുരസംഹതിപതി തദനു സ്വാഹാപതി പരദം പിതൃപതി നിതൃപതി ജലപതി സരസാ സദാഗതി സദയം നിധിപതി കരുണാതിഥി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേളാനാംപതി ജഗതി ചരാചരയാദികളായുള്ളോരും അഗതിയായോരടിൻ അടിയെന്നനുഗ്രഹിക്കണേ. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. അഗ്രജൻ മമ സദാം വിദൂഷാമഗ്രേസനൻ മൽഗുരുനാഥൻ മേകാന്തവാസികളോടും ഉൾക്കുറുന്നിങ്കൽ വാർഗ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാവിരഞ്ജ വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടുള്ളിത് ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നമ്മാമുനി പ്രവരനായി വന്നത് കണ്ട് ധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുകമൗവണ്ണമൻ നാവിന്മേലേവം ചൊൽവാൻ നാണമാകും മൂതാനും ആതിരന്തവാവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരി അല്ലെന്നതോർത്തും ചേതസി സർവം ധരിച്ചീവൻ കൃപയാലേ. അധ്യാത്മപ്രതീകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും
മറ്റ ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. ഈ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവൻ ചൊല്ലിയിടുവൻ. എത്രയും ചുരുക്കി ഞാൻ രാമ മഹാത്മ്യങ്ങളെല്ലാം ബുദ്ധിമത്തുക്കളായോ ഈ കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ പാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ച് ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരം ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്ത്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സവിഷ്ടം ധ്യാനനിഷ്ടം പാലലോചനം മുനിസിദ്ധസേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോശങ്കേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റിയേ. സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്നു കേൾപ്പൂ. ആകയാൽ ഞാൻ ഉണ്ടൊന്നു നിന്തിരുവഴി തോന്നാടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നത്. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമ ധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷമകതാരിലേറ്റമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതോ ചൊൽവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഇവണ്ണം ചോദ്യം ചെയ്തത് കേട്ട് തെളിഞ്ഞ് ദേവൻ ജഗൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തീല, ഞാനും നിന്നാണ് ഏൽപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥം ആലികയിലാഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം. നിത്യവും ചിത്താകാമിൽ വർദ്ധിക്കതന്നെ മൂലം
ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുദ്ഭവസ്ഥി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വൈനാദ്യൻ അജൻ ഔവേനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മനീശ്വരൻ മാനുഷനെന്നു കൽപ്പിച്ചിടുപോരജ്ഞാനികൾ മാനസമായ തമസ്സംവൃതം നഖമൂലം സീതാരാഘവമരുൾ സൂനുവാ സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പന്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യബുക്കഭിഷേകവും ചെയ്ത് സത്താമാത്മാ സകലേശനവ്യനാഥൻ മിത്രപുത്രാദികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും ദീഘസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും ശേഖനായ സൂര്യകോടി തുല്യ തേജസാ ജഗക്ഷരാഭ്യമാം ചരിതവും കേട്ട് കേട്ടാനന്ദിച്ച് നിർമ്മലമണീരസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി ആനന്ദവരും അരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിയും മുമ്പിൽ അമ്മാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജയപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്ത് കാരുണ്യമൂർത്തി മന്ദഹാസവും കൊണ്ട് സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലുമുണ്ടല്ലോ നേരവും ഇവൻ തന്നിലുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ നിർമ്മല ആത്മജ്ഞാനത്തിൻ ഇന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇൻപം അറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ ശ്രീരാമദേവം ഏവമരുൾ ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്രാമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം തന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനും അറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനം അറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ
സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായി അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു. ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നോ തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ഇനകരവംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു. സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുപ്പുയാഗരക്ഷയും ചെയ്ത സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമഭക്തിയായോരഹല്യാശാപം തീർത്ത് പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു. മുപ്പുര വൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും മടക്കി വൻപോടയോധ്യയും പുക്ക്. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേയും മുടക്കി. അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരി പുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യബുക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു. കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു. സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായി അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു. ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നോ തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ഇനകരവംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു. സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുപ്പുയാഗരക്ഷയും ചെയ്ത സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമഭക്തിയായോരഹല്യാശാപം തീർത്ത് പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു. മുപ്പുര വൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും മടക്കി വൻപോടയോധ്യയും പുക്ക്. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേയും മുടക്കി. അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരി പുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യബുക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു. കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്ത് രണ്ടവന്യെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ ബുക്കിതു. പഞ്ചവടി തത്രവാണിയിടും കാലം പുഷ്കര ശരവരവശയായി വന്നാളല്ലോ രക്ഷോനായകരുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ച് യുദ്ധത്തിനായി 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ട് തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ. മായയാപന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ
മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനും മോക്ഷം നൽകി രാക്ഷസ വേഷം പൂണ്ടകബന്ധൻ നമ്മെ കൊന്നു മോക്ഷവും കൊടുത്തു പോയി. ശബരിതമ്മെ കണ്ട് മോക്ഷകൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിക്കുന്നത് അന്യോന്യം സഖ്യം ചെയ്ത് വൃത്രാദിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്ത ദക്ഷിണ ജലധിയിൽ ചേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര മാതൃഭൃത്യാദികളോടും കൂടെ യുദ്ധസന്നദ്ധനായ ശത്രുവാബ്ദശാസിനെ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ചു. ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ കങ്കൽ മറഞ്ഞിരുന്നോർ എന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകയോട് വണങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുഭാവം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജനായെന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാ മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ദേവമാദികളായ കർമ്മങ്ങൾ തന്റെ മായ ദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അദ്വയൻ ഏകനാന്തരാത്മാരാമൻ. അദ്വയൻ പരം നിഷ്കളൻ വിദ്വത് ബൃഹാരാമൻ അച്യുതൻ. വിഷ്ണു ഭഗവാൻ നാരായണം ജപിക്കുന്നതും പുനരരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതനായ ഒരു വസ്തു തെകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി. ചിന്മയൻ മായാമയൻ തങ്ങളുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. തന്മായ ഗുണങ്ങളെ താനനുസരിച്ചയ. ഹരേ രാമ. അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനർ അവരോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവരികിടോ. തേജോരൂപിണിയാകും എന്നുടെ മാജതങ്ങൾ വ്യാജമെന്നിയേ ധരിക്കുന്നു കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം. ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സ്വൽഭാവം കൊണ്ടു ചാടി വീണ് മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമെന്തൊരു നാളും മൽഭക്തിഹീനന്മാരായ വീടും നടന്മാരോട് പറഞ്ഞറിയിക്കരുതടുവോ. പരമോപദേശം ഇതില്ല ഇതിന്മീതേയൊന്നും. ശ്രീരാമദേവൻ ശ്രീ മഹാദേവന്റെ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാജ്ഞമിതം പവിത്രം മുഖ്യമതമം. സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷകം പാപഹരം ഹൃദ്യമാനന്ദോദയം
സർവ വേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട് അനാരതം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാക്കിയിട്ടുള്ളവയൊന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാരി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്ഥേയീ ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റം. എങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകൾ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി പരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവനേവം അരുൾ ചെയ്തു കേട്ടു പിന്നീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവേ മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര ദയാനിധേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹത്താൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം തന്മുഖോദ്ഗളിതമാഗോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരില്ലെന്നുള്ളതല്ലോ നിർണയം. അതുമൂലം ഒന്നുകൊണ്ടു ഞാൻ ചൊല്ലുന്നു. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിംഗണന്മാരായുള്ളവർക്ക് അർത്ഥമുണ്ടായി വരാം. കിമൃണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പര സുന്ദരഗാത്രീ കേട്ടുകൊൾകന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംവിധമരുൾ ചെയ്തു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമാ